ആർപ്പിൻനാദം എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കും. വിജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും. പണ്ടൊക്കെ 50 മീറ്റർ ഓട്ടോ 100 മീറ്റർ ഒക്കെ ഓട്ടോ ഒക്കെ എല്ലാ സ്കൂളുകളിലും ഇപ്പോഴും ഉണ്ടാവും. ഓട്ടത്തിന്റെ ദൂരം ചിലപ്പോൾ വർദ്ധിക്കും, ട്രാക്കുകളുടെ എണ്ണം വർദ്ധിക്കും. അപ്പൊ അത് വായിച്ചു വന്നപ്പോഴേ വേദോസിലെ ഒരു ഭാഗം കൂടെ ഇങ്ങനെ മനസ്സിൽ കടന്നു വരുന്നു. ഇങ്ങനെയാണത്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുന്ന് പ്രാപിക്കുന്നവർ ഏകൻ മാത്രം എന്നുള്ള. നമ്മളൊക്കെ അതൊക്കെ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള, ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ള. റഷ്യയിലൊരു കഥയും കൂടെ ഓർമ്മ വരുന്നു. ഒരു രാജകുമാരിയുടെ വിവാഹമാണ് പശ്ചാത്തലം. രാജകുമാരി വിവാഹം കഴിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ആ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വിവാഹമല്ലേ, അപ്പോൾ അടുത്തൊരു രാജകുമാരിയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് വന്നു മത്സരത്തിൽ പങ്കെടുത്തു. ഒത്തിരി പേര് പരാജയപ്പെട്ടു പോയി. അപ്പോൾ പരാജയപ്പെട്ടൊരു കരണനീരൊക്കെ തുളച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ചിലരൊക്കെ പ്രതിമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ചിലരൊക്കെ പറയുന്നു ഇവൾ പോയാൽ ഇവളേക്കാൾ നല്ലവളായിട്ടുള്ള ആളുകളെ വേറെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്നു. എനിവേ ഒരു കോലാഹലവും ഒക്കെ നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതിനകത്ത് ഒരു മത്സരം കൂടെ ഈ രാജാവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 നദികൾ കടന്ന് ചെല്ലുന്ന ആളുകൾക്ക് വേണം രാജകുമാരി വിവാഹം കഴിക്കാൻ വേണ്ടി. ഓരോ നദിക്കും ഓരോ പാലമുണ്ട്. ആദ്യത്തെ നദി കടന്നു പോകാൻ വേണ്ടി കടന്നിട്ട് വേണം രണ്ടാമത്തെ കട. അങ്ങനെ 4ാമത് പാലം കയറുന്ന ആളാണ് വിജയി. 1ാമത്തെ പാലം കിടക്കാൻ വന്നപ്പോൾ അതിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന നദി സൂക്ഷിച്ചു നോക്കി. മദ്യമാണ് ഒഴുകുന്നത്, മദ്യപ്പുഴയാണത്. ഇത് കണ്ടപ്പോൾ കുറച്ച് ബിരുദന്മാരെന്ത് ചെയ്തു? മദ്യം അടിമപ്പെട്ട് അതിലേക്ക് അങ്ങ് പോയി. കുറച്ചു പേര് അതിനെ അതിജീവിച്ചു, പാലം കടന്നു, അക്കരെ ചെന്നു. അക്കരെ ചെന്നപ്പോഴ് രണ്ടാമത്തെ വീണ്ടും അടുത്ത നദി എത്തുകയാണ്, പാലം എത്തുകയാണ്. അപ്പോൾ പാലത്തെ വന്നപ്പോഴ് അവിടെ രാജകീയ ഭോജനം, ഒത്തിരി ഫുഡ് വെച്ചിട്ടുണ്ട്, ആഹാരമൊക്കെ ഉള്ള. അതൊരു നദിയായിട്ട് സൂചിപ്പിക്കാറ്. അപ്പോൾ ഇതിന്റെ പാലം കടന്നു വേണം. അപ്പം ആഹാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആളുകൾ പതുക്കെ മയങ്ങി അതിലേക്ക് ആകൃഷ്ടരായി. അതിന്റെ പിന്നാലെ കുറച്ച് ആളുകൾ പോയി. ചിലര് ആഹാരത്തോടുള്ള വാഞ്ച അടക്കി പിടിച്ച് ആ പാലവും കടന്നു. 3ാമത്തെ പാലമാണ് ഇനി സന്ദർഭം. 3ാമത്തെ പാലത്ത് ചെന്നപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ മാടി വിളിക്കുക ആളുകളെ. സുന്ദരിമാരായിട്ടുള്ള തോഴിമാരൊക്കെയാണ്. ചിലര് അവരുടെ വിളിയിൽ ആകൃഷ്ടരായി അങ്ങോട്ട് പോയി. ചിലര് ഈ കോളും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിളികളും അതിജീവിച്ച് അടുത്ത നദിയിലേക്കാണ് പോകും. അപ്പൊ ഈ സമയത്ത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ഒരാൾ സൂക്ഷിച്ച് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വഴിയാ പോയി. 4ാമത്തെ നദിയായി. 4ാമത്തെ നദി പാലം കടന്നു ചെന്നപ്പോഴ് അവിടെ രാജകുമാരി പൂച്ചെണ്ടുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ആദ്യത്തെ 3 വാഗ്ദാനങ്ങളെയും അല്ലെങ്കിൽ 3 പ്രലോഭനങ്ങളെയും അതിജീവിച്ചവർക്ക് മാത്രമാണ് 4ാമത്തെ നദി കടക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. മുന്നോട്ടൊക്കെ നമ്മൾ ഓടുവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും പല പ്രലോഭനങ്ങളും വരുമ്പോഴ് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോകും. ഇവിടെ ചിലരെ പ്രലോഭിപ്പിച്ച മദ്യമാണ്, ചിലരെ പ്രലോഭിപ്പിച്ചത് ആഹാരമാണ്, ചിലരെ പ്രലോഭിപ്പിച്ചത് സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികളാണ്. പക്ഷെ ഇതെല്ലാം അതിജീവിച്ച് അക്കരെ എത്തിയ ആളുകൾക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല അവസരങ്ങളും കടന്നു വരും, പല സന്ദർഭങ്ങളും കടന്നു വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും. പക്ഷെ ആ ലക്ഷ്യത്തിൽ നമ്മൾ വ്യതിചലിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മാർഗമധ്യേ കണ്ടെന്നു വരാം, വഴിമധ്യേ കണ്ടെന്നു വരാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഈ നദികളെല്ലാം കടന്ന് അക്കരെ എത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത്, അത് നിത്യത എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത്.
അനേകം പ്രലോഭനങ്ങളെ അതിജീവിച്ച് നമുക്ക് അക്രയിലേക്ക് പോകാം. വചനം പറയുകയാണ്, ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രം. വിശാലമായ പാതയെക്കുറിച്ചും ഇടുങ്ങിയ പാതയെക്കുറിച്ചും ഒക്കെ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷെ വിശാലമായ പാത തിരഞ്ഞെടുത്തവരല്ല, ഇടുങ്ങിയ പാത തിരഞ്ഞെടുത്തവരാണ് വിജയത്തിലെത്തിയതായിട്ടാണ് വചനത്തെ കാണുന്നത്. അതെ, നമുക്കും ഇന്ന് അനേകം പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയി ഒരു വലിയ വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ.